Hello everyone, welcome to a new lesson with Maria's Lytics. Today we are going to discuss Annie Dillard's Total Eclipse. This is part of Semester 2 AC English for Literature Students, Advanced English Language Skills for Literatures in the FYUGP stream of University of Calicut. So, ടോട്ടൽ എക്ലിപ്സ് എന്ന് പറയുന്നത് ആനി ഡില്ലാർഡിൻ്റെ തന്നെ ഒരു മെമോയറാണ്, അതിൻ്റെ ഒരു എക്സെപ്റ്റാണ്, ഒരു പീസ് മാത്രമാണ്. അവർ ഒരിക്കൽ കണ്ടിട്ടുള്ള ഒരു ഫുൾ സൂര്യഗ്രഹണത്തിൻ്റെ ഒരു നെററ്റീവാണ് ഇത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ ടെക്സ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഷീ കോൾസ് ഇറ്റ് ടോട്ടൽ എക്ലിപ്സ്. ദാറ്റ് ഈസ് വെരി സിംബോളിക്. കാരണം ആ ഒരു എക്സ്പീരിയൻസ്, ഒരു സൂര്യഗ്രഹണം കണ്ട ഒരു എക്സ്പീരിയൻസ്, അത് മൊത്തമായിട്ട് അവരുടെ നേച്ചറിനെയും സൂര്യനെയും പ്ലാനറ്ററി തിങ്സിനെയൊക്കെ കാണുന്ന ഒരു രീതി തന്നെ മാറ്റിമറിച്ചു. സോ അതുകൊണ്ടാണ് അതൊരു ടോട്ടൽ എക്ലിപ്സ് ആണ്, കംപ്ലീറ്റ് ഒരു ഗ്രഹണമായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു എ വെരി ഡീറ്റെയിൽഡ് നരേഷൻ ഓഫ് ദി മെമോയർ. ഓക്കെ, before that, let's have a discussion about the writer. She's born in 1945 in Pittsburgh, and she has become one of America's most distinctive literary voices. Or American writer aanu. Then she has won Pulitzer Prize for a general non-fiction. അപ്പോൾ ഇവർ കാര്യമായിട്ട് എഴുതുന്നത് സ്റ്റോറീസ് അല്ല, ബട്ട് ലൈഫ് നെറേറ്റീവ്സ് തന്നെ സ്റ്റോറികളെ പോലെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു തരം എഴുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺ ഫിക്ഷനുള്ള പുലിറ്റ്സർ പ്രൈസ് നേടിയിട്ടുണ്ട് ഇവർ. ഒരു കണ്ടംപ്ലേറ്റീവ് നേച്ചർ റൈറ്റിംഗ് ആണ് ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നേച്ചറിലെ ചെറിയ ആസ്പെക്ട്സ് എടുത്തിട്ട് അതിനെക്കുറിച്ച് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള കണ്ടംപ്ലേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ആലോചനയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ she mixes a careful observation with philosophical inquiry. Dillard's writing style is characterized by what scholars call sacred attention. അപ്പോൾ ഇവരുടെ ഒരു തരം എഴുത്തിനെ സേക്രഡ് അറ്റൻഷൻ എന്ന് പറയാറുണ്ട്. സേക്രഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹോളി ആയിട്ടുള്ള ഒരു ശ്രദ്ധയാണ്. സോ ഇറ്റ്സ് എൻ ഇൻറ്റൻസ് ഫോക്കസ് ഓൺ ദ ഫിസിക്കൽ ഡീറ്റെയിൽസ് ദാറ്റ് റിവീൽസ് ട്രാൻസെൻഡൻറ്റ് മീനിങ്സ്. അപ്പോൾ ഓരോ വസ്തുവിൻ്റെയും ഫിസിക്കൽ ഡീറ്റെയിൽസ് വളരെ ഷാർപ്പായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അതിൽ നിന്നും കുറച്ചും കൂടെ സ്പിരിച്വലായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ അതീന്ദ്രിയമായ എന്നൊക്കെ പറയുന്ന കുറച്ചുകൂടെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളൊരു മീനിങ് അതിൽ നിന്ന് കണ്ടുപിടിക്കും ഇവർ. ആൻഡ് ഷീ ഈസ് നോൺ ഫോർ ഹെർ എബിലിറ്റി ടു വ്യൂ ബിറ്റ്വീൻ മൈന്യൂട്ട് ഒബ്സർവേഷൻ ആൻഡ് കോസ്മിക് കണ്ടംപ്ലേഷൻ. ഒരു തലത്തിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഷാർപ്പ് ഒബ്സർവേഷനും അതിൽ നിന്നും അവർ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു ലോകത്തേക്ക് അതിൻ്റെ മീനിങ് കൊണ്ടുപോകുന്നതാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. സോ നേച്ചർ ബിക്കംസ് എൻ എൻട്രി പോയിൻറ്റ്. ഒരു സ്റ്റാർട്ടിങ് മാത്രമായിട്ട് നേച്ചർ മാറുന്നു, അതിൽ നിന്നും വളരെ ഡീപ്പറായിട്ടുള്ള ഫിലോസഫിക്കൽ എൻക്വയറീസും മീനിങ്സും ഇവർ കണ്ടുപിടിക്കുന്നു. സോ ദാറ്റ്സ് ഹെർ പെക്യൂലാരിറ്റി. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി chapter Total Eclipse. In the opening paragraph, Dillard sets up a reflective tone. അപ്പോൾ ഇത് നേരത്തെ ഇവർ കണ്ടിട്ടുള്ള ഒരു സൂര്യഗ്രഹണത്തെക്കുറിച്ച് പിന്നീട് അവർ അതിനെക്കുറിച്ച് എഴുതുന്നതാണ്. ഓക്കെ, സോ ഷീ ഈസ് യൂസിങ് ദ മെറ്റഫർ ഓഫ് സെർച്ചിങ് ത്രൂ ബറീഡ് അലൂവിയൽ ബെഡ്സ് ടു റെപ്രസെൻറ്റ് ഹെർ റിട്ടേൺ ടു ദിസ് മെമ്മറി. ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് ദിസ് ഇസ് എ ബിറ്റ് ഡിഫിക്കൾട്ട്. ഇവരുടെ ഈ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് വീണ്ടും എഴുതുന്നത് ഇവർക്കൊരിത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സ്പീരിയൻസിലേക്കുള്ള ഒരു റീവിസിറ്റിംഗ്, അതിലേക്കുള്ളൊരു പുനർചിന്ത എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ബീൻ എ ബിറ്റ് ഡിഫിക്കൾട്ട് ഫോർ ഹെർ. അപ്പോൾ പഴയ കാലത്തെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് തിരിച്ച് അതിലേക്ക് വന്ന് എക്സാമിൻ ചെയ്യുന്നത് ഈ ഒരു ബറീഡ് അലൂവിയൽ ബെഡ്സിലേക്കുള്ള ഒരു റീവിസിറ്റിംഗ് ആയിട്ടാണ് ഇവർ കാണുന്നത്. അപ്പോൾ അലൂവിയൽ ബെഡ്സ് എന്ന് പറയുന്നത് ഈ നദീതീരത്തൊക്കെയുള്ള വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡിനെയാണ്. സോ അവിടെ ഡിഗ് ചെയ്താൽ വീണ്ടും അതിലേക്ക് തിരിച്ചു പോയാൽ ഒരുപാട് പുതിയ മീനിങ്സ് ഉണ്ടാവും എന്നവർക്കറിയാം. ആൻഡ് സോ ഷീ ഈസ് ബിഗിനിങ് വിത്ത് എ മെറ്റഫർ ഓഫ് റിട്ടേണിംഗ് ടു ദ ബറീഡ് അലൂവിയൽ ബെഡ്സ്, സജസ്റ്റിംഗ് ഹൗ മെമ്മറി ഇറ്റ്സെൽഫ് requires excavation and re-examination. വളരെയധികം ആഴത്തിലുള്ള ആലോചനയും എക്സാമിനേഷനും ആവശ്യമാണ് ഇഫ് യു വോണ്ട് ടു ഗെറ്റ് എ ട്രൂ മീനിങ് ഓഫ് യുവർ എക്സ്പീരിയൻസ്. നിങ്ങൾ ഒരിക്കലും അനുഭവിച്ചതിനെ വീണ്ടും എടുത്ത് ആലോചിക്കുന്നത് ഒരിത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം കൂടിയാണ്. സോ ഇതെല്ലാമാണ് ഈ ഒരു മെറ്റഫറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദി എക്ലിപ്സ് ബിക്കംസ് എ മൊമെൻറ്റ് വെർ ഓർഡിനറി ടൈം ഇസ് സസ്പെൻഡഡ്, ക്രിയേറ്റിംഗ് വാട്ട് ഷി ഡിസ്ക്രൈബ്സ് എസ് എ സ്റ്റേറ്റ് വെർ ഡെഡ് ഹാഡ് ഫൊഗോട്ടൻ ദോസ് ദേ ഹാഡ് ലവ്ഡ്. അപ്പോൾ ഈ ഒരു ടോട്ടൽ എക്ലിപ്സിനെ കുറിച്ചുള്ള
ആ ഒരു മൊമെൻറ്റിനെ കുറിച്ച് ഇവർ പറയുന്നത്, ആ ഒരു ഇൻസിഡൻറ്റ് ഇവർ വാച്ച് ചെയ്തതോടുകൂടി അതുവരെ അവർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഇവരുടെ ഒരു ധാരണയെ മാറിപ്പോകുന്നു. സോ ഇറ്റ് വാസ് എ ടോട്ടൽ ചേഞ്ച് ഇൻ ഹെർ പെർസെപ്ഷൻ ആൻഡ് വേ ഓഫ് തിങ്കിങ്. അവർ കാണുന്നതിലും അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്ന രീതിയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മാറ്റം വരുന്ന ഒരു മൊമെൻ്റായിട്ട് ഇത് മാറി. അത്രയും ഒരു സർപ്രൈസിങ് മൊമെൻ്റ് ആയിരുന്നു അത്. ആൻഡ് ദ ഡെഡ് ഹാഡ് ഫുഗോട്ടൻ ദോസ് ദേ ഹാഡ് ലവ്ഡ്. അപ്പോൾ അത് വളരെ മെറ്റഫോറിക്കലായിട്ട് പറഞ്ഞതാണ്. മരിച്ചു പോയവർ ഭൂമിയിലുള്ള ബാക്കിയുള്ളവരെ പോലും മറന്നു പോകുന്ന തരത്തിലുള്ള വളരെ ടോട്ടൽ ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഇവൻ്റായിട്ട് ഇവരുടെ ലൈഫിൽ ഈ ഒരു വാച്ചിങ് ദി എക്ലിപ്സ് മാറുകയാണ്. ഓക്കെ, so in the second paragraph she describes the initial moments of eclipse. എങ്ങനെയാണ് എക്ലിപ്സ് സംഭവിക്കുന്നത് എന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോ ഷീ എംഫസൈസസ് ഇറ്റ് ഇൻ അൺഫെമിലിയർ വേർഡ്സ്. അതുവരെ അവർ പരിചയപ്പെട്ടിട്ടുള്ള ഫെമിലിയർ കാറ്റഗറീസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, കാര്യങ്ങളെ മനസ്സിലാക്കുന്ന രീതിയെ മൊത്തത്തിലത് മാറ്റിമറിച്ചു. ഷീ നോട്ട്സ് ദാറ്റ് without prior knowledge she would never have recognized that the dark object as a moon, comparing it instead to mundane objects like the lens cover or pot lid. അവർക്ക് പെട്ടെന്ന് ഈ ഒരു സൂര്യനെ കവർ ചെയ്തിട്ട് ഒരു വലിയ പാത്രത്തിൻ്റെ അടപ്പ് വന്നിട്ടൊക്കെ നിൽക്കുന്ന പോലെയും അതുപോലെ ഒരു ഡാർക്ക് ഒബ്ജക്റ്റ് അതിനെ കവർ ചെയ്ത് വരികയാണ്. അപ്പോൾ അത് എക്ലിപ്സ് ആണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് സണ്ണാണെന്ന് പോലും അവർക്ക് മനസ്സിലാവില്ലായിരുന്നു. സോ ദിസ് കമ്പാരിസൺ അണ്ടർസ്കോഴ്സ് ഹൗ അവർ എക്സ്പെക്ടേഷൻ ഷേപ്പ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിയാലിറ്റി. നമ്മുടെ മുൻധാരണകളാണ് പലപ്പോഴും നമ്മുടെ റിയാലിറ്റി ഇതാണ് സത്യം എന്ന് നമ്മളെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. ആൻഡ് ഇൻ ദ തേർഡ് പാരഗ്രാഫ്, ദോ ബ്രീഫ്, ഇറ്റ് സെർവ്സ് എ സ്റ്റാർക്ക് ട്രാൻസിഷൻ. And the event was over. Its devastation lay around about us. The brief moment creates a pause that mirrors the eclipse impact, suggesting the moment of profound change. അപ്പോൾ അവർക്ക് ഇതൊരു വലിയ അടപ്പ് വന്നിട്ട് സണ്ണിനെ മൂടി നിൽക്കുകയും അതിൻ്റെ സൈഡിലൂടെ ചെറുതായിട്ട് ലൈറ്റിങ്ങനെ തീ കത്തുന്ന പോലെ ഇങ്ങനെ പാസ് ചെയ്ത് വരികയും ഒക്കെ കണ്ടിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിട്ടാണ്. അപ്പോൾ അതിന് ശേഷം ആ ഒരു സംഗതി നടന്നു കഴിഞ്ഞ ശേഷം അതുണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഇറ്റ്സ് വെരി ഹ്യൂജ്. അപ്പോൾ അത് അവരുടെ ടോട്ടൽ ആ ഒരു ലോകത്തെ തന്നെ ആകെ മറിച്ചിട്ട പോലെയാണ്, അല്ലെങ്കിൽ ആകെ പൊളിഞ്ഞു വീണ പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. സോ അതാണ് ഡെവസ്റ്റേഷൻ എന്ന് പറഞ്ഞ നാശം, അതുണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടങ്ങൾ. അത് വളരെ മെറ്റഫോറിക്കലാണ്, കാരണം അത് അവരുടെ ചിന്തയിലാണ് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ദിസ് ബ്രീഫ് സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ്സ് എ പോസ് ദാറ്റ് മിറേഴ്സ് ദ എക്ലിപ്സ് ഇമ്പാക്റ്റ്. അപ്പോൾ ഈ രീതിയിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. And in the next paragraph, she draws powerful parallel between seeing the eclipse and witnessing a nuclear mushroom cloud. അപ്പോൾ ഈ ഒരു ഗ്രഹണം വളരെ കൃത്യമായിട്ട് അടുത്തുനിന്ന് ഒബ്സർവ് ചെയ്ത ശേഷം ഇവർ അതിനെ കമ്പയർ ചെയ്യുന്നത് ഒരു ന്യൂക്ലിയർ ബോംബിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഒരു മഷ്റൂം ക്ലൗഡ് ഇങ്ങനെ ആകാശത്തേക്ക് ഉയരുന്നൊരു പിക്ചറുമായിട്ടാണ്. നമ്മൾ ഹിരോഷിമ നാഗസാക്കിയിലൊക്കെ ബോംബിങ്ങിൻ്റെ പിക്ചേഴ്സ് കാണുമ്പോൾ കാണാം ഭയങ്കര ആകാശത്തോളം മുട്ടുന്ന വലുപ്പത്തിലുള്ള ഒരു കൂണ് പോലെയുള്ള വലിയ മഷ്റൂം ക്ലൗഡ് റൈസ് ചെയ്യുന്നത്. അതുമായിട്ടാണ് ഇവർ ഈ എക്ലിപ്സിനെ കണ്ട അനുഭവത്തെ കമ്പയർ ചെയ്യുന്നത്. സോ ഷീ എക്സ്പ്ലോർസ് ഹൗ സർട്ടൻ എക്സ്പീരിയൻസസ് ട്രാൻസെൻഡ് ഓർഡിനറി സിഗ്നിഫിക്കൻസ്. ചില അനുഭവങ്ങൾ നമ്മുടെ നാടൻ രീതിയിൽ നമ്മൾ അതുവരെ ചിന്തിച്ചിരുന്ന ഒരു നോർമൽ വേ ഓഫ് തിങ്കിങ്ങിനെ തന്നെ മാറ്റിമറിക്കുന്നു. റെൻഡറിങ് ഹ്യൂമൻ മീനിങ് മേക്കിംഗ് ഫ്യൂട്ടൈൽ. അപ്പോൾ നമ്മൾ അതുവരെ കണ്ടുവന്ന ചിന്താരീതികളും മനസ്സിലാക്കുന്ന രീതികളും എല്ലാം വെറും വെറുതെയായി പോവുകയാണ്, ഫ്യൂട്ടൈലായി പോവുകയാണ്. സോ ദ ഫ്രേസ് നോ പീപ്പിൾ നോ സിഗ്നിഫിക്കൻസ് എൻകാപ്സുലേറ്റ്സ് ഹെർ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് മീനിങ് എക്സിസ്റ്റ് ഓൺലി ഇൻ റിലേഷൻ ടു ഹ്യൂമൻ കോൺഷ്യസ്നെസ്. മീനിങ് ഉണ്ടാക്കുന്നത് മനുഷ്യരുടെ മനസ്സ് തന്നെയാണ്. അതുവരെ കണ്ട നമ്മുടെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ അനുഭവത്തെയും വായിച്ചെടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. സോ ആളുകൾ എന്നിങ്ങനെ ചിന്തിക്കുന്നു, അതാണ് അതിനൊരു മീനിങ്ങും സിഗ്നിഫിക്കൻസും പ്രാധാന്യമൊക്കെ കൊടുക്കുന്നത് എന്നാണ് ഇവരിതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു എക്സ്പീരിയൻസിനെ വളരെ ഡിഫറെൻറ്റ് ലെവലിലേക്കാണ് ഇവർ അതിൻ്റെ ഒരു നറേഷൻ കൊണ്ടുപോകുന്നത്. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് പാരഗ്രാഫ് ഇറ്റ് ഡെൽവ്സ് ഡീപ്പർ into the psychological territory. And Dillard suggests that beneath the surface level fears, lies,
ഡീപ്പർ ട്രൂത്ത്സ് അബൌട്ട് ഹ്യൂമൻ കണക്ഷൻ ആൻഡ് കെയറിങ്. അപ്പോൾ ഇത്രയും പേടി ഉണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസ് കണ്ടു കഴിയുമ്പോൾ അവർ പെട്ടെന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഡിഫറെൻറ്റ് ലെയേഴ്സിനെ കുറിച്ച് ആലോചിക്കുകയാണ്. കാരണം മനുഷ്യരുടെ നോർമാലിറ്റിയെ ബ്രേക്ക് ചെയ്യാൻ വളരെ ചെറിയൊരു ഇൻസിഡൻറ്റ്, ചെറിയൊരു പേടി മതിയാവും ചിലപ്പോൾ മനുഷ്യർ നോർമലായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അബ്നോർമലായിട്ടുള്ള ഒരു വശത്തേക്ക് മാറിപ്പോവാൻ. അപ്പോൾ ഒരു ഡീപ്പർ ലെവൽ ഓഫ് സൈക്കോളജിക്കൽ ടെറിട്ടറിയെക്കുറിച്ചാണ് പിന്നീട് ഇവർ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും ഉള്ളിലുണ്ടാവുന്ന ഡീപ്പറായിട്ടുള്ള ചില ഫിയേഴ്സിനെയാണ് ഈ ഒരു അനുഭവം പോയി തൊട്ടിട്ടുള്ളത്. സോ ഷി ഡിസ്ക്രൈബ്സ് ദിസ് ആസ് എ യൂണിഫൈഡ് ഫീൽഡ് ദാറ്റ് എക്സിസ്റ്റ് പ്രയർ ടു ലേണിംഗ് ആൻഡ് ഇന്നേറ്റ് ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അപ്പോൾ മനുഷ്യർ നമ്മുടെ ഈ ഒരു നോർമൽ കോൺഷ്യസ് ലെവലിലെ ഇൻട്രാക്ഷൻ അപ്പുറം നമ്മുടെ ഉള്ളിലുള്ള ഒരു അൺകോൺഷ്യസ് ലെവലിനെ അതെങ്ങാണ്ട് അഫക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അതൊരു ടോട്ടൽ നമ്മുടെ ബിഹേവിയറിൽ പോലും ചേഞ്ച് ഉണ്ടാക്കും എന്നുള്ളൊരു ആസ്പെക്റ്റിനെയാണ് ഇവരിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എൻ ഇന്നേറ്റ് ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. The sixth paragraph portrays the altered world following the eclipse. Dillard's description of the hollow ring in the sky and the hushed, obliterated hills convey how the eclipse transformed familiar landscapes into something alien and unsettling. അപ്പോൾ അവർ ഈ ആകാശത്ത് ഒരു ഹോളോ റിങ് ആയിട്ടാണ് പിന്നീട് ഈ എക്ലിപ്സ് മാറിപ്പോകുന്ന സമയത്ത് പിന്നീട് ഒരു ഹോളോ റിങ് ആയിട്ട് മാത്രമാണ് ഒരു ഉള്ളിൽ ഒന്നുമില്ലാത്തൊരു റിങ് രൂപത്തിലാണ് പിന്നീട് സണ്ണിനെ കാണുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ കണ്ടുകൊണ്ട് നിന്നിരുന്ന അവർ ദൂരെ നിന്ന് നോക്കുമ്പം കണ്ടുകൊണ്ടിരുന്ന അവരുടെ ഹിൽസും മറ്റൊക്കെ അവരുടെ കാഴ്ചയിൽ നിന്നും മായ്ച്ച് കളയാണ്. ഒബ്ലിട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എറേസിങ് ദ ഹിൽസ് ആൻഡ് ഇറ്റ് കൺവേസ് ഹൗ ദ എക്ലിപ്സ് ട്രാൻസ്ഫോംഡ് ഫെമിലിയർ ലാൻഡ്സ്കേപ്പ്. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുന്നിലുള്ള ഒരു ലാൻഡ്സ്കേപ്പ് പോലും ഈ എക്ലിപ്സിന് ശേഷം ടോട്ടലി മാറിപ്പോയതായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യുവാണ്. Then, in the next paragraph, Dillard contrasts the photographic representation of eclipses with direct experience. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, she argues that just as camera and telescope fail to capture the true scale of an eclipse, language fails to fully convey internal experience. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഒരു ക്യാമറക്കോ അല്ലെങ്കിൽ ഒരു ടെലസ്കോപ്പിനോ ഒന്നും ശരിക്കും അവർ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള ആ ഒരു ടോട്ടൽ എക്ലിപ്സിനെ പകർത്താൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇവരിത് വീണ്ടും നെറേറ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാണ്. അപ്പോൾ അത് നെറേറ്റ് ചെയ്യുമ്പോഴും ലാംഗ്വേജിന് ഇവരുടെ ഈ ഒരു കൃത്യമായിട്ട് ഉള്ളിൽ തട്ടിയിട്ടുള്ള ആ ഒരു പേടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുഭവത്തെ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ ലാംഗ്വേജ് ഇസ് നോട്ട് ഇനഫ് എന്നാണ് ഇവർ പറയുന്നത്. സോ ഹെർ ക്രിസ്മസ് കാർഡ് അനോളജി അബൌട്ട് സീയിങ് ഏഞ്ചൽസ് ഇൻ എ കാർഡ് ആൻഡ് സീയിങ് ദെം വിത്ത് നേക്കഡ് ഐസ് cleverly illustrates how documentation can domesticate even the most awesome phenomena. അതായത് ഇവർ പിന്നീട് ആ മഷ്റൂം ക്ലൗഡിൻ്റെ എക്സാമ്പിളിന് ശേഷം ഇവരെടുത്തു കൊണ്ടുവരുന്നത് ഒരു ക്രിസ്മസ് കാർഡിൻ്റെ എക്സാമ്പിളാണ്. അതുമായിട്ടുള്ള ഒരു അനാലജി, ഒരു കമ്പാരിസൺ ആണ്. അതായത് നമ്മുടെ ഒരു ക്രിസ്മസ് കാർഡിനകത്ത് ക്രിസ്മസ് പാപ്പായുടെ കൂടെ ഒരു ഏഞ്ചലിൻ്റെ പിക്ചർ, ഏഞ്ചലിനുള്ള വിങ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് us really. It does not affect you really. But if you see an angel with your naked eyes, that would be such a terrific experience. ഒരു ഏഞ്ചലിനെ നമ്മൾ നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണുക എന്നുള്ളത് അതൊരിക്കലും അതൊരു ഗ്രീറ്റിംഗ് കാർഡിലെ പിക്ചറിന് അങ്ങനെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. സോ നമ്മുടെ വളരെ ചെറിയ എക്സ്പീരിയൻസ് പോലും അത് ഇൻ റിയൽ ലൈഫ് സംഭവിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് റിയലി ഓസം. ദെൻ ദ 8th paragraph provides a detailed inventory of what one sees during an eclipse, emphasizing a strange juxtaposition of familiar elements. അപ്പോൾ ഈ ഒരു എക്ലിപ്സ് കണ്ടു കഴിഞ്ഞ ഉടനെ അവർ പറയുന്നുണ്ട് അവരുടെ റൂമിലുള്ള ഹാറ്റ്, സ്കാർഫ്, ഹസ്ബൻഡ് ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡിനെ ദൂരത്ത് ഇങ്ങനെ വേഗമായിട്ടൊരു പിക്ചർ പോലെ മാത്രമാണ് ഹസ്ബൻഡിനെ ഇവർക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് വളരെ അൺഫെമിലിയർ ആയിട്ട് തോന്നിക്കുന്ന ബ്ലാക്ക് ആൻഡ് വാലിയും സ്ട്രേഞ്ച് സ്റ്റാർസിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാന്നതിൻ്റെ കൂടെ അവരവരുടെ വീടിനകത്തുള്ള ചില സിനാരിയോസ് കൂടി ഒന്നിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ കാലിനടിയിലെ മണ്ണ് നീങ്ങിപ്പോവുക
എന്നൊക്കെ പറയുന്ന പോലെ അത്രയും ടെറിഫിക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് അവർക്ക് ഈ ഒരു ടോട്ടൽ എക്ലിപ്സ് വാച്ച് ചെയ്തിട്ടുള്ള വിറ്റ്നസ് ചെയ്തിട്ടുള്ള മൊമെൻറ്റിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിലൂടെയെല്ലാം അവർ റിഫ്ലക്റ്റ് ചെയ്യാൻ ചിന്തിച്ച് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്. സോ ദിസ് ഹെൽപ്സ് ദ റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദ എക്ലിപ്സ് ക്രിയേറ്റ്സ് എ റിയാലിറ്റി ദാറ്റ് ഈസ് സൈമിൾട്ടേനിയസ്ലി റെക്കഗ്നൈസബിൾ ആൻഡ് ഡീപ്ലി അലിയൻ. അപ്പോൾ സ്വന്തം റൂമിൽ നിന്നുകൊണ്ട് ഇത് കാണുമ്പോൾ ചുറ്റുമുള്ള സ്വന്തം ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉള്ളത് നമുക്കൊരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് തരുന്നു. അതേസമയം പുറത്ത് കാണുന്ന ആ കാഴ്ചയുടെ ഒരു ഭീകരതയും അതിൻ്റെ സർപ്രൈസും അത് വളരെ അലിയനായിട്ടുള്ള മറ്റൊരു ഭാഗത്തേക്ക് അവർ കൊണ്ടുപോകുന്നു. Okay, now in the next paragraphs she used the Crab nebula and lichen as points of comparison, exploring how certain phenomena can be simultaneously dynamic and apparently static. These comparisons help readers understand the paradoxical nature of eclipse experience. അപ്പോൾ അടുത്ത പാരഗ്രാഫിൽ ക്രാബ് നെബ്യുല എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം സ്റ്റാഴ്സിൻ്റെയൊക്കെ ഉള്ള കുറേ ഒരു സെലസ്റ്റിയൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളായിട്ടാണ് പിന്നീട് ഇവർ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ക്രാബ് നെബ്യുലയെ കാണുന്നതും അതുപോലെ ലൈക്കൻസും ഒക്കെ ആയിട്ടാണ് ഇവർ അടുത്തതായിട്ട് ഈ ഒരു എക്ലിപ്സ് കണ്ട ഫിനോമിനയെ കമ്പയർ ചെയ്യുന്നത്. ദെൻ ഇറ്റ് സൈമൾട്ടേനിയസ്ലി ഈസ് ഡൈനാമിക് ആൻഡ് അപ്പാരൻ്റ്ലി സ്റ്റാറ്റിക്. അപ്പോൾ അത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് നമ്മുടെ ചുറ്റുമുള്ള ആകാശത്തും ഒക്കെ നടക്കുന്നത്. പക്ഷെ അതങ്ങനെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ അത് വളരെ പാരഡോക്സിക്കലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ദെൻ സ്റ്റാർസ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന സ്റ്റാർസ്, ഇപ്പോൾ ആകാശത്ത് കാണുന്ന സ്റ്റാർസ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കില്ല തുടങ്ങിയിട്ടുള്ള കുറേ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു നേച്ചറിൻ്റെ ഭയങ്കര മെസ്മറൈസിങ് ആയിട്ടുള്ള ഒരു ഫാക്ടറിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സോ ദ ഫൈനൽ പാരഗ്രാഫ് ടേക്ക് ഓൺ an almost post-apocalyptic tone, describing a profound sense of death and emptiness. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസെൻഡൻ്റൽ ആയിട്ടുള്ള നമ്മുടെ കാഴ്ചയ്ക്ക് അപ്പുറത്തുള്ള അതീന്ദ്രിയമായിട്ടുള്ള ഒരു ലെവലിലേക്ക് ഇത് കൊണ്ടുപോകുന്നതോടുകൂടി അവർ പിന്നീട് അതിനെ ഒരു ഡെത്തിനെ കുറിച്ചുള്ള ഒരു ഡെത്ത് ഉണ്ടാക്കുന്ന എംപ്റ്റിനെസ്സിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. സോ ഡിലാർഡ് സജസ്റ്റ് ദാറ്റ് ദ എക്ലിപ്സ് എക്സ്പീരിയൻസ് റിസംബിൾസ് ഡെത്ത്സ് പെർസ്പെക്റ്റീവ്, എ സ്റ്റേറ്റ് വെർ മെമ്മറീസ് ബിക്കം ഇൻസബ്സ്റ്റാൻഷ്യൽ ആൻഡ് wrong, where love and connection fade into darkness. പെട്ടെന്നുള്ള ഒരു ഡെത്തിൻ്റെ ഒക്കേഷൻ എന്ന് പറയുന്നത് അതുവരെയുള്ള എല്ലാ എക്സ്പീരിയൻസിനെയും അങ്ങ് മായ്ച്ചു കളയുന്നു, മെമ്മറീസിനെ മായ്ച്ചു കളഞ്ഞിട്ട് പുതിയൊരു മെമ്മറിയാണ് പിന്നീട് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ വളരെ ഡീപ്പായിട്ട് ഇവരെ അഫക്റ്റ് ചെയ്തിട്ടുള്ളൊരു ഫിനോമിനനായിട്ടാണ് ഇവർ ഈ ഒരു എക്ലിപ്സിനെ വാച്ച് ചെയ്തതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ the image of the dead standing on darkened hilltops provides a haunting conclusion that emphasizes the eclipse's power to temporarily transform the living into something like the dead, offering a glimpse of existence without meaning or connection. So ഇവർ ആ ഒരു സമയത്ത് പറയുന്നുണ്ട്, ഈ ഹില്ലിൻ്റെ മുകളിലൊക്കെ ഡെഡ് ആയിട്ടുള്ള ആളുകളൊക്കെ എണീറ്റ് വന്ന് നിൽക്കുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇവർക്ക് ഈ ഒരു ഡാർക്കൻഡ് ആയിട്ടുള്ള ഹിൽ കണ്ടതിന് അവർ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു പേടിപ്പെടുത്തുന്ന ഒരു കൺക്ലൂഷനിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. എന്തുമാത്രമല്ല എക്ലിപ്സിൻ്റെ ഒരു പവർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പകലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആകാശത്തെ ടോട്ടലി മാറ്റിമറിച്ചിട്ട് നമ്മളെ മറ്റൊരു ഭീതിയുടെ ലെവലിലേക്ക് ചിന്തിപ്പിക്കുന്ന അത്രയും ട്രാൻസ്ഫോമിങ് പവർ അതിനുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഓഫേഴ്സ് എ ഗ്ലിംസ് ഓഫ് എക്സിസ്റ്റൻസ് വിത്തൗട്ട് മീനിങ് ഓർ കണക്ഷൻ. ഒരു നിമിഷം എല്ലാ അർത്ഥവും ഭൂമിയായിട്ടുള്ള എല്ലാ ലോജിക്കൽ കണക്ഷനും വിട്ടുപോകുന്നൊരു മൊമെൻറ്റിനെയും അവിടെ കൊണ്ടുവരാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. സോ ഒരു ജനറൽ അനാലിസിസ് മാത്രമാണ്. ഡിലാർഡ്സ് വർക്ക് എക്സ്പേർട്ട്ലി ബ്രിഡ്ജസ് സയൻറ്റിഫിക് ഒബ്സർവേഷൻ ആൻഡ് സ്പിരിച്വൽ കണ്ടംപ്ലേഷൻ. അപ്പോൾ നമ്മളിവിടെ കണ്ടത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഒബ്സർവേഷനെ എങ്ങനെ ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു ധ്യാനത്തിലേക്ക്, ഡീപ്പായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. സോ ഹെർ റൈറ്റിംഗ് ഫ്രീക്വൻ്റ്ലി എക്സാമിൻസ് ട്രാൻസ്ഫോർമേറ്റീവ് മൊമെൻറ്റ്സ് വെർ ഓർഡിനറി റിയാലിറ്റി ഷിഫ്റ്റ്സ് ടു റിവീൽ ഡീപ്പർ
ട്രൂത്ത്സ്. അപ്പോൾ വളരെ ഓർഡിനറി ആയിട്ടുള്ള പ്രാക്ടിക്കൽ റിയാലിറ്റിയിൽ നിന്നും ഡീപ്പറായിട്ടുള്ള സത്യങ്ങൾ റിവീൽ ചെയ്യാനാണ് ഇങ്ങനെയുള്ള റൈറ്റിങ്സ് ഇവർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ കീ തീംസ് ഇൻ ഹർ വർക്ക് ഇൻക്ലൂഡ് ദ ലിമിറ്റ്സ് ഓഫ് ഹ്യൂമൻ പെർസെപ്ഷൻ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടൈം ആൻഡ് മെമ്മറി, ഹ്യൂമാനിറ്റീസ് പ്ലേസ് ഇൻ ദ നാച്ചുറൽ വേൾഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇവരുടെ വർക്കിലെല്ലാം ഒന്ന് മനുഷ്യരുടെ കാഴ്ചയുടെ ഒരു പരിമിതി, അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു പരിമിതി, അതുപോലെ കാലവും മെമ്മറിയും തമ്മിലുള്ളൊരു കണക്ഷൻ, എങ്ങനെ ടൈം മെമ്മറിയെ മാറ്റിമറിക്കുന്നു, പുതിയ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ ഹ്യൂമാനിറ്റീസ് പ്ലേസ് ഇൻ ദ നാച്ചുറൽ വേൾഡ്, ആൻഡ് അൾട്ടിമേറ്റ്ലി ഒരു ക്ലൈമറ്റ് ആക്ഷൻ എന്ന രീതിയിലേക്ക് പോകുന്ന തരത്തിലുള്ള എഴുത്തുകളും നമുക്ക് ഇവരുടെ വർക്ക്സിൽ കാണാൻ പറ്റും. ത്രൂ ദ വർക്ക്സ് ലൈക്ക് ടീച്ചിങ് എ സ്റ്റോൺ ടു ടോക്ക് ആൻഡ് ടോട്ടൽ എക്ലിപ്സ്, ഷി ഡെമോൺസ്ട്രേറ്റ്സ് ഹൗ കെയർഫുൾ അറ്റൻഷൻ ടു നാച്ചുറൽ ഫിനോമിന ക്യാൻ ലീഡ് ടു പ്രൊഫൗണ്ട് ഇൻസൈറ്റ്സ് അബൌട്ട് കോൺഷ്യസ്നസ്, മൊറാലിറ്റി ആൻഡ് മീനിങ്. വളരെ ചെറിയ ഇങ്ങനെയുള്ള ഒബ്ജക്ട്സും ഇൻസിഡൻസും എടുത്തിട്ട് അതിൽ നിന്ന് എങ്ങനെ പ്രൊഫൗണ്ടായിട്ടുള്ള ഇൻസൈറ്റ്സ് അബൌട്ട് ഹ്യൂമൻ കോൺഷ്യസ്നസ്, മനുഷ്യൻ്റെ മനസ്സും മനസാക്ഷിയും വർക്ക് ചെയ്യുന്നത്, മൊർട്ടാലിറ്റി, ദ പ്രസൻസ് ഓഫ് ഡെത്ത് ഇൻ ഹ്യൂമൻ ലൈഫ് ആൻഡ് ഹൗ മീനിങ് ഇസ് മെയ്ഡ്, എങ്ങനെയാണ് ഇതിനെ അവർ മനസ്സിലാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ ഇവരുടെ ആലോചന പോകുന്നുണ്ട്. ഹർ ഇൻഫ്ലുവൻസ് എക്സ്റ്റെൻഡ്സ് ബിയോണ്ട് നേച്ചർ റൈറ്റിംഗ് ഇൻ ടു ബ്രോഡർ ഡിസ്കഷൻസ് അബൌട്ട് എൻവയോൺമെൻറ്റൽ അവെയർനെസ് ആൻഡ് ഹ്യൂമൻ പെർസെപ്ഷൻ. അപ്പോൾ എൻവയോൺമെൻറ്റൽ അവെയർനെസ്സും ഹ്യൂമൻ പെർസെപ്ഷനെയും കുറിച്ച് വളരെ ബ്രോഡറായിട്ടുള്ള ഡിസ്കഷനിലേക്ക് ഈ ഒരു വർക്ക് നമ്മളെ ലീഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ലെസൺ. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ, ആൻഡ് ദ സെക്കൻഡ് പാർട്ട് വിൽ ബി എ discussion on the notes and the questions in the textbook. Thank you so much.